നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ. സിമ്പിൾ ആണ്, എന്നാൽ നല്ല ടേസ്റ്റും ആണ്. ഏത് മീനാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. അപ്പൊ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു മീൻകറി തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഞാനിവിടെ 1/2 കിലോ ചൂരമീനാണ് കറി വെക്കുന്നത്. ഏത് മീനായാലും നമുക്ക് ഈ രീതിയിൽ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ കറി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ആദ്യം കുടംപുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇതൊരു 3 കഷ്ണം കുടംപുളി ഉണ്ട്, ഒരു 15 ഗ്രാം ഒക്കെ ഉണ്ടാകും. ഇത് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് കുതിർത്തി വെക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി നിറം മാറി പൊട്ടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവുക, നീളത്തിലരിഞ്ഞതാണ്. ഇതൊന്ന് വാട്ടിയെടുക്കാം. പകുതി വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ചേർക്കാം. ഇതിന് കൂടി ഒരു 2 കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പിരിയ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കാശ്മീരി മുളക് പൊടി. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇനി അതല്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഈ പൊടിയൊക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. നമ്മൾ പെരുമുളക് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നാലേ അതിൻ്റെ ആ ഒരു പച്ച സ്വാദ് മാറി കിട്ടുള്ളൂ. ഇപ്പൊ പൊടിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, അതിന്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്തി വെച്ചിരുന്നില്ലേ കുടംപുളി, ആദ്യം അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. കുടംപുളി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുന്നതിന് മുൻപായിട്ട് 2 തവണ നന്നായിട്ടൊന്ന് കഴുകണേ. എന്നിട്ട് വേണം കുതിരാനായിട്ട് ഇട്ട് വെക്കാന്. കുടംപുളി വെള്ളം ചേർത്തതിന് ശേഷം 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ചു വരട്ടെ. നന്നായിട്ട് ഇതേപോലെ തിളച്ചു വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചൂരമീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് മത്തിയോ അയിലയോ അതല്ലെങ്കിൽ നെയ്മീനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി തിളയ്ക്കാനായിട്ട് തുടങ്ങിയാൽ പിന്നെ ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. മീനെല്ലാം ചാറിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റിൽ മീൻ വേവാനായിട്ട് വെക്കാം. മസാലയൊക്കെ ഒന്ന് മിക്സ് ആവുകയും ചെയ്തോട്ടെ. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചാറിനൊക്കെ നല്ല പുളി ഉണ്ടെങ്കിൽ കറിക്ക് പുളി അധികമായി പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ചാറിലുള്ള ഈ പുളിയൊക്കെ കഷ്ണത്തിലേക്ക് പിടിച്ചിട്ട് കറിക്ക് പാകത്തിനുള്ള പുളിയായിട്ടുണ്ടാകും. ഈ ഒരു അളവിൽ പുളി ചേർക്കുകയാണെങ്കിൽ പുളി എടുത്തുകളയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ പുളി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പുളി നമ്മുടെ പാകത്തിനായി കഴിയുമ്പോൾ കറിയിൽ നിന്ന് പുളി എടുത്ത് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1 2 കറിവേപ്പിലയും 1-2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി മീൻ കറി ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചട്ടി ഒന്ന് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഉപ്പും പുളി എരിവൊക്കെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോഴായിരിക്കും. അതായത് നമ്മളിപ്പോ വൈകുന്നേരം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ചാറൊക്കെ നന്നായിട്ട് കുറുകിയിരിക്കുന്നുണ്ടാവും. അപ്പൊ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.